ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കരിമീൻ കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. നല്ല ഫ്രഷായിട്ട് നമുക്ക് രാവിലെ തന്നെ കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതും അല്ലാത്തൊരു മീഡിയം ടൈപ്പിൽ കരിമീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മീനിനൊക്കെ നമുക്ക് വിശ്വസിച്ച് ഇപ്പോൾ മീൻ മേടിക്കാൻ പറ്റാത്ത ട്രോളിങ് ടൈം ആയതുകൊണ്ട് നമുക്ക് കാടലിലെ മീനൊന്നും വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നില്ല. അപ്പം കായലിലെ മീനാകുമ്പോൾ നല്ല ഫ്രഷ് മീനായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് നമുക്ക് ആദ്യം വെട്ടി തേച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മാത്രമേ ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഞാൻ 2-3 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു തക്കാളി. അപ്പോൾ ഇത്രയും ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ചിലപ്പോൾ എല്ലാവരും പല രീതികളിലൊക്കെയാണ് കറി വെച്ച് ഞാൻ കണ്ടിരിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുന്ന മെത്തേഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അരപ്പ് കൂടി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരല്പം മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആ വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുത്തത് ചട്ടി നല്ലവണ്ണം ചൂടായി പുകഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരല്പം മാത്രം ഉലുവ ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നല്ലവണ്ണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും, ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ നേരത്ത് നമുക്ക് അരച്ച് കറിക്ക് കൂടുതലും പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നല്ലോണം ഒന്നും വെന്ത് വരാനായിട്ട് നിൽക്കണമെന്നില്ല. ചെറിയ രീതിയിൽ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒന്നെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാണല്ലോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു പാകത്തിന് എത്താൻ നേരത്ത് ഞാൻ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ അരച്ചപ്പോഴത്തേക്കും 1 ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ പിന്നീടാണ് ഇതുപോലെ എണ്ണയിലാണ് ബാക്കിയുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ കൂടി മുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കും. എന്നതിന് ശേഷമാണ് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടുത്തെ അമ്മ വെക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അത് തന്നെ ഞാനും ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മുളക് പൊടി കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് ഞാൻ അപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ആ അരപ്പ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 10 സെക്കൻഡ് ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറൊക്കെ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പുളിക്ക് ആവശ്യമായിട്ട് പുളിവെള്ളം, കുടംപുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും, ഞാൻ കുടംപുളി ഡയറക്റ്റ് ഇടാറില്ല ഇവിടെ. കുടംപുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം വെട്ടി തിളക്കണം. നല്ലവണ്ണം, ചെറിയ തിളയല്ല, നല്ലവണ്ണം ഇതുപോലെ വെട്ടിത്തിളച്ച് വരാൻ നേരത്താണ് നമ്മൾ ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത്. കരിമീൻ പൊതുവെ വേവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആവശ്യത്തിനുള്ള ചാറൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ചാറിന് ആവശ്യമായിട്ട്. അപ്പോൾ ഞാൻ കരിമീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഞാൻ തവി ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കറിയൊക്കെ നല്ല കുറുകി പാകത്തിന് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിമീൻ കറിയാണ്. ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരുന്നത് വരെ ടേക്ക് കെയർ ഓൾ, ബൈ.